സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ വാട്ടർ ടാങ്കിൽ അസ്ഥികൂടം കണ്ടെത്തിയ കേസിൽ വമ്പൻ വഴിത്തിരിവ്. 7 വർഷം മുമ്പ് കാണാതെയായ തലശ്ശേരി സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. തലശ്ശേരി സ്വദേശിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൃതദേഹാവശിഷ്ടത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കാണാതായ യുവാവിന്റെ അച്ഛൻ തലസ്ഥാനത്തെത്തിയാൽ DNA പരിശോധന നടത്തുമെന്ന് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ ബാബുക്കുട്ടൻ പറഞ്ഞു. ബുധനാഴ്ച വൈകുന്നേരമാണ് വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന വാട്ടർ ടാങ്കിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. സ്ഥലത്ത് പരിശോധന നടത്തുന്നതിനിടെ ജീവനക്കാർ ഒരു കുടയും ബാഗും ടാങ്കിനടുത്ത് യാദർച്ഛികമായി കണ്ടതാണ്. തുടർന്ന് ടാങ്കിനുള്ളിൽ പരിശോധിച്ചപ്പോഴാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടത്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസും ഇന്നലെ ടാങ്കിലിറങ്ങി പരിശോധിച്ചു. ശരീരാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തലശ്ശേരി സ്വദേശിയായ ഒരു യുവാവിന്റെ 2011 എടുത്ത ലൈസൻസ് കണ്ടെത്തി. ഈ വിലാസത്തിൽ കഴക്കൂട്ടം പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. 2017 ശേഷം മകനെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്നാണ് ചെന്നൈയിൽ താമസിക്കുന്ന മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത്. അച്ഛനോട് തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം DNA പരിശോധന നടത്തും. SCA ബിരുദധാരിയായ യുവാവ് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ജോലി ചെയ്തിട്ടുണ്ട്. അച്ഛനിൽ നിന്നും മകന്റെ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾക്കായി ഇന്ന് കത്ത് നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി.